ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈസി ലേണിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഡിഗ്രി സെമസ്റ്റർ 1 ട്രാൻസ്ലേഷൻ പേപ്പറിലെ മൊഡ്യൂൾ 2 ആണ് നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതിലെ സിനോണിംസ്, കൊളോക്കേഷൻസ്, അതുപോലെ ഫ്രേസൽ വെർബ്സ്, ഇത്രയും ടോപ്പിക്ക് നമ്മൾ നോക്കി. അപ്പോൾ ഈ വീഡിയോസൊക്കെ ആരെങ്കിലും കാണാത്തുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങൾ പോയിട്ട് അത് കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മൊഡ്യൂൾ 2 ഇഡിയംസ് എന്നൊരു ടോപ്പിക്കാണ്. അപ്പോൾ എന്താണ് ഇഡിയംസ്, അതുപോലെ നമ്മുടെ ടെക്സ്റ്റിൽ നമുക്ക് 15 ഇഡിയംസ് പഠിക്കാൻ തന്നിട്ടുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണ് എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, Idioms are group of words in a fixed order which have a meaning that cannot be guessed by knowing the meaning of the individual word. അപ്പോൾ നമ്മൾ ഫ്രേസൽ വെർബ്സിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഇഡിയംസും ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണ്. ഓക്കെ, ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണ്. അത് വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന മീനിങ് ഒന്നായിരിക്കും, അതായത് അതിൻ്റെ ഇൻഡിവിജ്വൽ വേർഡിന് ഒരു മീനിങ് ആയിരിക്കും, പക്ഷെ അത് യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്ന മീനിങ് മറ്റൊന്നായിരിക്കും. നമ്മൾ ഫ്രേസൽ വെർബ്സിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ, പക്ഷേ ഇഡിയംസും ഫ്രേസൽ വെർബ്സും രണ്ടും രണ്ടാണ്. അപ്പം ഇഡിയംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണ്. അത് വായിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഇൻഡിവിജ്വൽ വേർഡിനും ഒരു മീനിങ് ആണ് നമുക്ക് തോന്നുക, പക്ഷേ യഥാർത്ഥത്തിൽ അത് ഉദ്ദേശിക്കുന്നത് മറ്റൊരു മീനിങ് ആയിരിക്കും. നമ്മൾ മലയാളത്തിൽ അതിശയോക്തി പറയാമെന്നൊക്കെ പറയുമല്ലോ. ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഒരുപാട് എക്സാമ്പിൾസ് നമ്മൾ പറയാറുണ്ട് ഓരോ സന്ദർഭത്തിനനുസരിച്ച്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. എരിതീയിൽ എണ്ണ ഒഴിക്കുക എന്ന് പറയില്ലേ. അപ്പോൾ ഈ എരിതീയിൽ എണ്ണ ഒഴിക്കുക എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? എരിയണ തീയിൽ കൊണ്ടുപോയിട്ട് എണ്ണ ഒഴിക്കുക എന്നാണ് വായിക്കുമ്പോൾ കിട്ടണ അർത്ഥം. പക്ഷേ യഥാർത്ഥത്തിൽ അവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? എന്തോ ഒരു പ്രശ്നത്തെ വീണ്ടും പോയി പറഞ്ഞു ഊതിപ്പെരിപ്പിച്ച് വലിയൊരു പ്രശ്നമാക്കി മാറ്റുക അല്ലേ. അങ്ങനത്തെയൊക്കെ ഒരു അർത്ഥമാണ് എരിതീയിൽ എണ്ണ ഒഴിക്കുക എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് വായിക്കുമ്പോൾ നമുക്ക് കിട്ടിയ അർത്ഥം ഒന്നാണ്, പക്ഷേ യഥാർത്ഥത്തിൽ അത് ഉദ്ദേശിക്കുന്ന അർത്ഥം മറ്റൊന്നാണ്. അതേമാതിരി നമ്മൾ പല അതിശയോക്തികളും പറയാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള അതിശയോക്തികളെ തന്നെയാണ് നമ്മൾ ഇംഗ്ലീഷിലെ ഇഡിയംസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇഡിയംസ് എന്ന് പറഞ്ഞാൽ ഇത്രയും ആലോചിച്ചാൽ മതി. ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണ്. അത് വായിക്കുമ്പോൾ ഒരു മീനിങ് ആയിരിക്കും കിട്ടുക, പക്ഷേ യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത് മറ്റൊരു മീനിങ് ആയിരിക്കും. ഇനി നമുക്ക് ടെക്സ്റ്റിൽ തന്നിരിക്കുന്ന 15 ഇഡിയംസും അതിൻ്റെ മീനിങ്ങും നോക്കാം. ഫസ്റ്റ് ഇഡിയമാണ് എ ബോൺ ഓഫ് കണ്ടൻഷൻ. ഓക്കെ, എ ബോൺ ഓഫ് കണ്ടൻഷൻ, അതിൻ്റെ മീനിങ് എന്താണ്? എ സബ്ജക്റ്റ് വിച്ച് കോസസ് ഡിസഗ്രിമെൻറ്റ് ആൻഡ് ആർഗ്യുമെൻറ്റ്. ഒരു വിഷയം, ഒരു സബ്ജക്റ്റ് പല ഡിസഗ്രിമെൻറ്റിനും ആർഗ്യുമെൻറ്റിനും കാരണമാകുന്ന ഒരു സബ്ജക്റ്റ്, ഒരു വിഷയം, അതിന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഇഡിയമാണ് എ ബോൺ ഓഫ് കണ്ടൻഷൻ. ഓക്കെ, ഒരു ഡിസഗ്രിമെൻറ്റ് ആൻഡ് ആർഗ്യുമെൻറ്റ്, എതിർപ്പും ഭിന്നതകളും വ്യത്യാസങ്ങളും അനുകൂലമായിട്ടുള്ള സംസാരങ്ങളും എല്ലാത്തിനും ഇടയാക്കുന്ന ഒരു സബ്ജക്റ്റ്, ഒരു വിഷയം, അതിനെ കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇഡിയമാണ് എ ബോൺ ഓഫ് കണ്ടൻഷൻ. അതുപോലെ അടുത്ത ഇഡിയമാണ് എ ഷോൾഡർ ടു ക്രൈ ഓൺ. ഓക്കെ, നമുക്ക് വായിക്കുമ്പോൾ കിട്ടുന്ന അർത്ഥം എന്താണ്? ഒരു ഷോൾഡറിൽ കിടന്ന് കരയുക എന്നുള്ളൊരു അർത്ഥമാണ് കിട്ടുന്നത് അല്ലേ. പക്ഷെ അവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? അതിൻ്റെ മീനിങ് എന്താണ്? എ പേഴ്സൺ ഹു ഗീവ്സ് യു സിമ്പതി, അതായത് നമ്മളോട് സിമ്പതി കാണിക്കുന്ന ഒരാൾ, അതാണ് ഇവിടെ എ ഷോൾഡർ ടു ക്രൈ ഓൺ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഒരാളുടെ ഷോൾഡറിൽ പോയി കിടന്ന് കരയുക എന്നല്ല അവിടെ അർത്ഥമാക്കുന്നത്. നമ്മുടെ പ്രശ്നങ്ങളൊക്കെ കേട്ട് നമ്മുടെ സങ്കടങ്ങളൊക്കെ അറിഞ്ഞ് നമ്മളോട് സിമ്പതി കാണിക്കുന്ന ഒരാൾ, ഒരു പേഴ്സൺ, അയാളെ കാണിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഇഡിയമാണ് എ ഷോൾഡർ ടു ക്രൈ ഓൺ. അതുപോലെ അടുത്തൊരു ഇഡിയമാണ് ബാർക്കിംഗ് അപ്പ് ദ റോങ് ട്രീ. അപ്പോൾ അവിടെ ബാർക്കിംഗ് എന്ന ഇതിൽ ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. അത് ബാർക്കിംഗ് എന്നാണ് കേട്ടോ, BARK എന്നാണ്. ബാർക്കിംഗ് അപ്പ് ദ റോങ് ട്രീ നമുക്ക് വായിക്കുമ്പോൾ കിട്ടുന്ന അർത്ഥം എന്താണ്? തെറ്റായ മരത്തോട് കുരയ്ക്കുക അല്ലേ. ബാർക്കിംഗ് എന്ന് പറഞ്ഞാൽ കുരയ്ക്കുക അല്ലേ. ഇപ്പോൾ തെറ്റായ മരത്തിനോട്, റോങ് ട്രീയോട് കുരയ്ക്കുന്നു എന്നുള്ളൊരു അർത്ഥം കിട്ടുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ അവിടെ ഉദ്ദേശിക്കുന്ന മീനിങ് എന്താണ്? ടു മേക്ക് ദ റോങ് ചോയ്സ് ഓർ ആസ്ക് ദ റോങ് പേഴ്സൺ, അതായത് റോങ് ആയിട്ടുള്ള ചോയ്സ് എടുക്കുക, തെറ്റായ ഒരു തീരുമാനം എടുക്കുക, അല്ലെങ്കിൽ റോങ് പേഴ്സണോട്, തെറ്റായ ഒരാളോട് പോയിട്ട് സംസാരിക്കുക. അതായത് നമ്മളിപ്പോൾ ദേഷ്യപ്പെടുക, തെറ്റായ ഒരാളുടെ അടുത്ത് പോയിട്ട് ദേഷ്യപ്പെടുക, അല്ലെങ്കിൽ പറയാൻ പാടാത്ത ഒരാളുടെ അടുത്ത് പോയിട്ട് ഒക്കെ പറഞ്ഞു എന്നൊക്കെ നമ്മൾ പറയുമല്ലോ. അപ്പോൾ അങ്ങനത്തെയൊക്കെ സന്ദർഭങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഇഡിയമാണ് ബാർക്കിംഗ് അപ്പ് ദ റോങ് ട്രീ. അതുപോലെ അടുത്തൊരു ഇഡിയമാണ് ബേൺ ദ ക്യാൻഡിൽ അറ്റ് ബോത്ത് എൻഡ്സ്. ഓക്കെ, ബേൺ ദ ക്യാൻഡിൽ അറ്റ് ബോത്ത് എൻഡ്സ് വായിക്കുമ്പോൾ കിട്ടുന്ന അർത്ഥം എന്താണ്? ഒരു മെഴുകുതിരിയുടെ രണ്ട്
എൻഡ്സും രണ്ടറ്റങ്ങളും കത്തിക്കുക എന്നുള്ളൊരു അർത്ഥമാണ് വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. പക്ഷെ അവിടെ ഉദ്ദേശിക്കുന്ന അർത്ഥം എന്താണ്? ടു ഡു ടു മെനി തിങ്സ് ആൻഡ് ഗോയിങ് ടു ബെഡ് ലേറ്റ്. അതായത് ഒരുപാട് സമയം രാത്രിയൊക്കെ ഉറക്കം ഒഴിച്ചിട്ടൊക്കെ ഒരുപാട് സമയം ഹാർഡ് വർക്ക് ചെയ്തിട്ട് എന്നിട്ട് ഒരുപാട് സമയത്തിന് ശേഷം മാത്രം നമ്മൾ ബെഡിലേക്ക് പോകാം, എന്തിന് കിടക്കാൻ വേണ്ടി പോകാം. അപ്പം അത്രയും ഹാർഡ് വർക്ക് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി ഉറക്കമൊഴിച്ച് അത്രയും ഹാർഡ് വർക്ക് ചെയ്യുമല്ലോ. അപ്പം അങ്ങനെ ഒരു ഹാർഡ് വർക്കിനെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഒരു ഇഡിയമാണ് ബേൺ ദ ക്യാൻഡിൽ അറ്റ് ബോത്ത് എൻഡ്സ്. അതുപോലെ അടുത്തൊരു ഇഡിയമാണ് ഇൻ ഓർ ബൈ ലീപ്സ് ആൻഡ് ബൗണ്ട്സ്. അവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? വെരി ക്വിക്ക്ലി ഓർ ഇൻ ലാർജ് എമൗണ്ട്, വളരെ പെട്ടെന്ന് എന്നർത്ഥം വരുന്ന ഒരു ഇഡിയമാണ് ബൈ ലീപ്സ് ആൻഡ് ബൗണ്ട്സ് എന്നോട് ഉദ്ദേശിക്കുന്നത് വെരി ക്വിക്ക്ലി, വളരെ പെട്ടെന്ന്, ക്വിക്കായിട്ട്, അല്ലെങ്കിൽ ഇൻ ലാർജ് എമൗണ്ട്, വലിയ എമൗണ്ടിൽ എന്നൊക്കെ ഉള്ളൊരർത്ഥമാണ് ഇൻ ഓർ ബൈ ലീപ്സ് ആൻഡ് ബൗണ്ട്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ അടുത്തൊരു ഇഡിയമാണ് ലോക്ക് ഹോൺസ് വിത്ത് സംബഡി. ലോക്ക് ഹോൺസ് നമ്മൾ മലയാളത്തിൽ പറയാറുള്ള ഒരു ഇഡിയമാണത്. അതായത് കൊമ്പ് കോർക്കുക എന്നൊക്കെ പറയുമല്ലോ. എന്താ ഈ കൊമ്പ് കോർക്കുക അല്ലെങ്കിൽ ലോക്ക് ഹോൺസ് എന്നോട് ഉദ്ദേശിക്കുന്നത്? വഴക്കൂടുക അല്ലേ, നമ്മൾ തർക്കം ഉണ്ടാവുക അല്ലെങ്കിൽ തല്ലുകൂടുക എന്നൊക്കെ പറയുമല്ലോ. അതിനു വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇഡിയമാണ് ലോക്ക് ഹോൺസ്, കൊമ്പ് കോർക്കുക. ടു ഗെറ്റ് ഇൻവോൾവ്ഡ് ഇൻ ആൻ ആർഗ്യുമെൻറ്റ് ഓർ എ ഡിസഗ്രിമെൻറ്റ്. ഒരു ആർഗ്യുമെൻറ്റിലും ഡിസഗ്രിമെൻറ്റിലൊക്കെ ഇൻവോൾവ്ഡ് ആയിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ തല്ലുകൂടാണ്, ആർഗ്യുമെൻറ്റും ഡിസഗ്രിമെൻറ്റും ഒക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇതും ഫസ്റ്റ് വണ്ണും നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവരുത്. ബോൺ ഓഫ് കണ്ടൻഷനും അതുപോലെ ലോക്ക് ഹോൺസും തമ്മിൽ ഒരു വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കണം. ഈ ബോൺ ഓഫ് കണ്ടൻഷൻ എന്ന് പറഞ്ഞാൽ ഒരു സബ്ജക്റ്റാണ്, ഡിസഗ്രിമെൻറ്റിനും ആർഗ്യുമെൻറ്റിനും കാരണമാകുന്ന ഒരു സബ്ജക്റ്റ്. പക്ഷേ ഇവിടെ ലോക്ക് ഹോൺസ് എന്ന് പറഞ്ഞാൽ ആ ഒരു സബ്ജക്റ്റിനെ അല്ല സൂചിപ്പിക്കുന്നത്. ഇങ്ങനെ ആർഗ്യുമെൻറ്റിലും ഡിസഗ്രിമെൻറ്റിലും നമ്മൾ ഓൾറെഡി ഇൻവോൾവ്ഡ് ആവുകയാണ്, ഉൾപ്പെടുകയാണ്, എന്ന് വെച്ചാൽ വഴക്കൂടുകയാണ്. അപ്പോൾ അതിനെ കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇഡിയമാണ് ലോക്ക് ഹോൺസ്. അതുപോലെ അടുത്ത ഒരു ഇഡിയമാണ് പോ യുവർ ഹേർട്ട് ടു സംബഡി. അപ്പോൾ അത് വായിക്കുമ്പോൾ കിട്ടുന്ന അർത്ഥം എന്താണ്? നമ്മുടെ ഹൃദയം മറ്റൊരാൾക്ക് ഒഴിച്ചു കൊടുത്തു അല്ലേ. പോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഴിക്കുക എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ പോർ യുവർ ഹേർട്ട് ടു സംബഡി എന്ന് പറയുമ്പോൾ നമുക്ക് വായിക്കുമ്പോൾ കിട്ടുന്ന അർത്ഥം നമ്മുടെ ഹൃദയം ഒരാൾക്ക് ഒഴിച്ചു കൊടുത്തു എന്നൊക്കെയാണ്. പക്ഷെ അവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ടു ടെൽ സംബഡി ആൾ യുവർ പ്രോബ്ലംസ് ഓർ ഫീലിങ്സ്. നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും നമ്മുടെ എല്ലാ ഫീലിങ്സും നമ്മൾ ഒരാളുടെ അടുത്ത് തുറന്ന് പറയുക. നമുക്കൊരു റിലീഫ് കിട്ടാൻ വേണ്ടി നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും വിഷമങ്ങളും ഫീലിങ്സും എല്ലാം ഒരാളുടെ അടുത്ത് തുറന്ന് പറയുക. അപ്പോൾ അതിനെ കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇഡിയമാണ് പോർ യുവർ ഹേർട്ട് ടു സംബഡി. ഒരു അടുത്തൊരു ഇഡിയമാണ് റാക്ക് യുവർ ബ്രെയിൻസ്. റാക്ക് യുവർ ബ്രെയിൻ. അപ്പോൾ വായിക്കുമ്പോൾ കിട്ടുന്ന അർത്ഥം എന്താണ്? തല, നമ്മുടെ ബ്രെയിൻ പൊട്ടിക്കുക എന്നൊക്കെ ഉള്ളൊരു അർത്ഥമാണ്. പക്ഷെ അവിടെ ഉദ്ദേശിക്കുന്നത് ടു തിങ്ക് വെരി ഹാർഡ് ഓർ ഫോർ എ ലോങ് ടൈം അബൌട്ട് സംതിങ്. എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ചിട്ട് വളരെ ഹാർഡായിട്ട് തിങ്ക് ചെയ്യുക, ഹാർഡായിട്ട് ചിന്തിക്കുക. അല്ലെങ്കിൽ എന്താ പറയാം, ഒരുപാട് സമയം എന്തോ ഒരു കാര്യത്തെക്കുറിച്ച് ഒരുപാട് സമയം അതിനെക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. വളരെ ഹാർഡായിട്ട് ഒരുപാട് സമയം എന്തോ വിഷയത്തെക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. അതിനെ കാണിക്കാൻ വേണ്ടി, ആ ഒരു സന്ദർഭത്തെ കാണിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഇഡിയമാണ് റാക്ക് യുവർ ബ്രെയിൻ. അതുപോലെ അടുത്തൊരു ഇഡിയമാണ് റൗണ്ട് ദ കോർണർ. റൗണ്ട് ദ കോർണർ അതിൻ്റെ അർത്ഥം എന്താണ്? വെരി നിയർ, വളരെ അടുത്തെത്തി എന്ന് കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇഡിയമാണ് റൗണ്ട് ദ കോർണർ, വളരെ അടുത്തെത്തി. അതുപോലെ അടുത്തത് റൺ ഔട്ട് ഓഫ് സ്റ്റീം, ലോസ് യുവർ എനർജി ആൻഡ് എന്തൂസിയാസം. അപ്പോൾ റൺ ഔട്ട് ഓഫ് സ്റ്റീം എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ എല്ലാ എനർജിയും എന്തൂസിയാസവും നശിച്ചു പോവുക. എനർജി ആൻഡ് എന്തൂസിയാസം മീൻസ് അറിയാലോ, ഊർജ്ജവും ഉത്സാഹവും. നമ്മുടെ എല്ലാ ഊർജ്ജവും എല്ലാ ഉത്സാഹവും കെട്ടടങ്ങിപ്പോയി, അല്ലെങ്കിൽ എല്ലാ ഊർജ്ജവും എല്ലാ ഉത്സാഹവും ലോസായി, നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ അങ്ങനത്തെ ഒരു സന്ദർഭത്തിൽ നമ്മുടെ ഉത്സാഹവും ഊർജ്ജമൊക്കെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സന്ദർഭത്തെ കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇഡിയമാണ് റൺ ഔട്ട് ഓഫ് സ്റ്റീം. അതുപോലെ അടുത്തൊരു ഇഡിയമാണ് സ്റ്റിക്ക് ടു യുവർ ഗൺസ്. അതിൻ്റെ അർത്ഥം എന്താണ്? ടു റെഫ്യൂസ് ടു ചേഞ്ച് യുവർ മൈൻഡ് അബൌട്ട് സംതിങ് ഈവൻ വെൻ അതർ പീപ്പിൾ ആർ ട്രൈങ് ടു പെർസ്വേഡ്. അതായത് മറ്റുള്ളവർ നമ്മുടെ മനസ്സ് മാറ്റാൻ നോക്കുകയാണെങ്കിലും നമ്മൾ നമ്മുടെ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുക. നമ്മുടെ മനസ്സ് മാറ്റാതെ, നമ്മുടെ മൈൻഡ് ചേഞ്ച് ചെയ്യാതെ നമ്മുടെ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുക. മറ്റുള്ളവർ നമ്മളെ മൈൻഡ് മാറ്റാൻ വേണ്ടി നല്ലോണം ശ്രമിക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ അതിലേക്ക് ഒന്നും കിടക്കാതെ നമ്മുടെ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുക. ആ ഒരു സ്റ്റേറ്റിന്, ആ ഒരു സന്ദർഭത്തെ കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇഡിയമാണ് സ്റ്റിക്ക് ടു യുവർ ഗൺസ് എന്നുള്ളത്. അതുപോലെ അടുത്തൊരു ഇഡിയമാണ് ത്രോ യുവർ വെയ്റ്റ് അറൗണ്ട് ഓർ എബൌട്ട്. അതായത് നമ്മുടെ ഭാരങ്ങളൊക്കെ ചുറ്റുവട്ടത്തേക്ക് എറിഞ്ഞു കൊടുക്കുക എന്നൊക്കെയാണ് വായിക്കുമ്പോൾ കിട്ടുന്ന അർത്ഥം. പക്ഷെ അതിൻ്റെ മീനിങ് എന്താണ്? ടെൽ പീപ്പിൾ വാട്ട് ടു ഡു ഇൻ എ ബോസി വേ. അതായത് മറ്റുള്ളവരെ ഭരിക്കാൻ നിൽക്കുക, നമ്മളല്ലാതെ ഭരിക്കാൻ നിൽക്കുക എന്നൊക്കെ പറയുമല്ലോ. അതായത് നമ്മുടെ ജോലികളൊന്നും നമ്മൾ കൃത്യമായി ചെയ്യാതെ നമ്മുടെ താഴെയുള്ള സ്റ്റാഫിന് അല്ലെങ്കിൽ
മറ്റുള്ളവർക്ക് നമ്മുടെ ജോലി ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. ഒരു ജോലി നമ്മൾ ഒരു വർക്കും ചെയ്യാതെ ഇങ്ങനെ ഇരിക്കുക, എന്നിട്ട് മറ്റുള്ള ഒരു ബോസിനെ പോലെ നമ്മൾ ഇരിക്കുക. എന്നിട്ട് മറ്റുള്ളവർ വല്ലാതെ ഒരു ബോസ് എന്ന രീതിയിൽ ഭരിച്ച് നമ്മുടെ ജോലിയൊക്കെ അവരെ ഏൽപ്പിക്കുക. നമ്മുടെ ഭാരങ്ങൾ, നമ്മുടെ ബേർഡനൊക്കെ അവരുടെ തലയിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ ആ ഒരു സന്ദർഭത്തെ, അങ്ങനത്തെ ഒരു കാര്യത്തെ കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇഡിയമാണ് ത്രോ യുവർ വെയ്റ്റ് അറൗണ്ട് ഓർ എബൌട്ട്. അതുപോലെ അടുത്തൊരു ഇഡിയമാണ് ടു ടൈ ദ നോട്ട്. അതിൻ്റെ മീനിങ് ഗെറ്റ് മാരീഡ്. നമ്മൾ കല്യാണം കഴിക്കുക എന്നൊക്കെ പറയുമല്ലോ. അപ്പോൾ അങ്ങനെ കല്യാണം കഴിക്കുക എന്നർത്ഥം വരുന്ന ഒരു ഇഡിയമാണ് ടു ടൈ ദ നോട്ട്. അതുപോലെ അടുത്തൊരു ഇഡിയമാണ് റെക് ഹെവോകോൺ. റെക് ഹെവോകോൺ സംബഡി. അതിൻ്റെ അർത്ഥം എന്താണ്? കോസ് എ ലോട്ട് ഓഫ് ഡാമേജ്. ഒരുപാട് നാശനഷ്ടങ്ങൾ സംഭവിച്ചു, ഒരുപാട് ഡാമേജ്, ഒരുപാട് നാശങ്ങൾ ഉണ്ടായി എന്ന് കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇഡിയമാണ് റെക് ഹെവോകോൺ. ഒരുപാട് ഡാമേജ് ഉണ്ടായി എന്ന് കാണിക്കാൻ ഉപയോഗിക്കുന്ന ഇഡിയമാണ് റെക് ഹെവോകോൺ. അപ്പോൾ അടുത്തൊരു ഇഡിയമാണ് അറ്റ് യുവർ വിറ്റ്സ് എൻഡ്. അതിൻ്റെ മീനിങ് എന്താണ്? ടു ബി വെറീഡ് അബൌട്ട് എ പ്രോബ്ലം ദാറ്റ് യു ഡു നോട്ട് നോ വാട്ട് ടു ഡു നെക്സ്റ്റ്. അതായത് ഒരു പ്രശ്നത്തിൽ പോയി അകപ്പെടുക, അടുത്തത് ചെയ്യണം എന്നറിയാത്ത രീതിയിൽ ഒരു പ്രശ്നത്തിൽ പോയി അകപ്പെടുക, എന്താണ് നെക്സ്റ്റ് ചെയ്യേണ്ടത്, എന്താണ് കാണിക്കേണ്ടത് എന്നറിയാതെ ആകെ വെറീഡായി പോവുക, ആകെ വിഷാദത്തിലായി പോവുക, ആകെ നിരാശയിലായി പോവുക. അപ്പം അങ്ങനത്തെ ഒരു സ്റ്റേറ്റിന്, അങ്ങനത്തെ ഒരു അവസ്ഥയെ കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇഡിയമാണ് അറ്റ് യുവർ വിറ്റ്സ് എൻഡ്. ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ള 15 ഇഡിയംസും അതിൻ്റെ മീനിങ്ങും. നിങ്ങൾക്കത് ക്ലിയർ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റിൽ ഇത് ഓർഡർ ആക്കിയിട്ടല്ല തന്നിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് ചേരുമ്പടി ചേർക്കാമെന്നൊക്കെ പറഞ്ഞ് നമുക്കൊരു ക്വസ്റ്റ്യനൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആൻസേഴ്സ് ഇത് നോക്കിയിട്ട് കറക്റ്റായിട്ട് എഴുതി വെക്കുക കേട്ടോ. എന്നിട്ട് ഈ 15 ഇഡിയംസും നിർബന്ധമായിട്ടും പഠിച്ചു പോകണം. എക്സാമിന് ഇതിലേതെങ്കിലുമൊക്കെ ചോദിക്കാൻ നല്ലവണ്ണം സാധ്യതയുണ്ട്. ഓക്കെ, ഇനി നമുക്കിതിൽ തന്നിരിക്കുന്ന ഒരു എക്സസൈസിൻ്റെ ആൻസറാണിത്. അപ്പം ഇത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. നമ്മൾ ഫ്രേസൽ വെർബ്സിൽ ചെയ്തതുപോലെ തന്നെയുള്ള ഒരു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. അപ്പം നമ്മളിത് ആ ബ്ലാങ്ക് തന്നിരിക്കുന്നിടത്ത് ഏതാണോ കറക്റ്റായിട്ട് ചേരുന്ന ഇഡിയം അതെടുത്ത് എഴുതാനുള്ള ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ 15 എണ്ണത്തിൻ്റെ ആൻസേഴ്സ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഒന്ന് നോക്കി എഴുതാം. നമുക്ക് ആ ക്വസ്റ്റ്യൻ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഷീ ഡിസൈഡഡ് ടു ടൈ ദ നോട്ട് വിത്ത് ഹിം ഓൺലി ആഫ്റ്റർ ഹെർ സ്റ്റഡീസ്. ഷീ ഡിസൈഡഡ് ടു ടൈ ദ നോട്ട് വിത്ത് ഹിം ഓൺലി ആഫ്റ്റർ ഹെർ സ്റ്റഡീസ്. എന്താണ് ഉദ്ദേശിക്കുന്നത്? അവൾ അവനുമായിട്ട് മാരീഡ് ആവാൻ തീരുമാനിച്ചു. എപ്പോൾ മാത്രം? അവളുടെ സ്റ്റഡീസിന് ശേഷം മാത്രം, അവളുടെ പഠിത്തത്തിന് ശേഷം മാത്രം അവനുമായിട്ട് മാരേജ് ചെയ്യാൻ, അവനുമായിട്ട് വിവാഹം കഴിക്കാൻ അവൾ തീരുമാനിച്ചു എന്നാണ് അർത്ഥം വരുന്നത്. അപ്പോൾ ഇവിടെ ടൈ ദ നോട്ട് എന്നുള്ള ഇഡിയമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ കുറേ ഇഡിയംസ് വന്നിട്ടുണ്ട്. യു ആർ ബാർഗിങ് അപ്പ് ദ റോങ് ട്രീ ഇഫ് യു എക്സ്പെക്ട് അസ് ടു ലെൻഡ് യു എനി മണി. നിങ്ങൾ തെറ്റായ ആൾക്കാരോടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ബാർഗിങ് അപ്പ് ദ റോങ് ട്രീ, നിങ്ങൾ തെറ്റായ ആൾക്കാരോടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ ക്യാഷ് കിട്ടണമെന്ന് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ ക്യാഷ് കിട്ടണമെന്നുണ്ടെങ്കിൽ, ഈ ക്യാഷ് ലെൻഡ് ചെയ്യണമെന്ന് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ തെറ്റായ ആളോടാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്, നിങ്ങൾക്ക് ക്യാഷ് ലെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. അതുപോലെ വെൻ വി നീഡഡ് എ ഷോൾഡർ ടു ക്രൈ ഓൺ ഇറ്റ് വാസ് മോം വി ടേൺഡ് ടു. നമുക്ക് ഒരു ഷോൾഡർ വേണം തോന്നുകയാണെന്നുണ്ടെങ്കിൽ, അത് നമുക്ക് നമ്മളോട് പ്രശ്നങ്ങളൊക്കെ ആരോടെയും തുറന്നു പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ അമ്മയോടാണ് പറയുക. ബിക്കോസ് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ, നമ്മളോട് ഏറ്റവും സിമ്പതി കാണിക്കുക നമ്മുടെ മോം തന്നെ ആയിരിക്കും, നമ്മുടെ അമ്മമാർ തന്നെ ആയിരിക്കും. അതുപോലെ വെൻ ഐ ഗോ ഹോം ഐ ക്യാൻ പോ മൈ ഹേർട്ട് ഔട്ട് ടു മൈ ഹസ്ബൻഡ്. ഞാൻ വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഉടനെ തന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് എന്ത് ചെയ്യുന്ന പറയണത്? പോ മൈ ഹേർട്ട് ഔട്ട്, അതായത് എൻ്റെ എല്ലാ വിഷമങ്ങളും, എൻ്റെ എല്ലാ ഫീലിങ്സും തുറന്നു പറയും എന്നൊക്കെ ഉള്ളൊരർത്ഥമാണ്. അപ്പോൾ അതുപോലെ എല്ലാത്തിൻ്റെ ആൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ സ്റ്റേറ്റ്മെൻറ്റ് വായിച്ചു നോക്കുക, എന്തുകൊണ്ട് അവിടെ ആ ഒരു ഇഡിയം യൂസ് ചെയ്തു എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഓരോ സ്റ്റേറ്റ്മെൻറ്റ് വായിച്ചു നോക്കുമ്പോഴും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ ഇത് നോക്കിയിട്ട് നിങ്ങൾ അതിൻ്റെയൊക്കെ ആൻസേഴ്സ് എഴുതിയെടുക്കുക. അതുപോലെ ഇത് നമ്മുടെ ടെക്സ്റ്റിൽ തന്നിരിക്കുന്ന ഒരു പാസേജാണ്, ദ ഇൻവെൻറ്റേഴ്സ് ലെസൺ. അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ പഠിച്ച ഈ 15 ഇഡിയംസും വരുന്നുണ്ട്. അപ്പം അത് ഏതൊക്കെയാണെന്ന് അണ്ടർലൈൻ ചെയ്യാനൊക്കെ ടെക്സ്റ്റിൽ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആൻസേഴ്സും ഇവിടെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളിത് നോക്കിയിട്ട് ടെക്സ്റ്റിൽ അത് മാർക്ക് ചെയ്യുക. കൂടാതെ ഈ പാസേജ് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് വായിക്കുക, അതിൻ്റെ മീനിങ് നിങ്ങൾ മനസ്സിലാക്കുക. ഓരോ സന്ദർഭത്തിലും നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഇഡിയംസ്, അതെന്തുകൊണ്ട് നമ്മൾ അവിടെ ഉപയോഗിച്ചു തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് നിർബന്ധമായിട്ട് ഇത് അണ്ടർലൈൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്തുകൊണ്ട് ചെയ്യണം? നിങ്ങളതിൻ്റെ ആൻസേഴ്സ് എങ്ങനെ അവിടെ വന്നു എന്ന് ആ ഒരു പാസേജ് വായിച്ചിട്ട് മനസ്സിലാക്കി എടുക്കണം. അപ്പോൾ നിർബന്ധമായിട്ടും ആ 15 ഇഡിയംസും അതിൻ്റെ മീനിങ്ങും പഠിച്ചു വെക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്